സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. അവർ പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. മിസ് ഇന്ത്യ കോൺടെസ്റ്റിലെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് അമർദീപ്. ഷീ ഈസ് എ മോഡൽ ആൻഡ് ആക്ട്രസ് ടു. So what a performance by Sudhir Nair. ഒപ്പം തന്നെ ഡയറക്ടർ പ്രജേഷ് സെൻ സാറിനെ കൂടി വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. പ്രജേഷ് സെൻ സർ, പ്ലീസ് ജോയിൻ us. മനസ്സിലായിട്ടില്ല, എന്തായാലും ഷാൻ ബൈ അത് നമുക്ക് നേരിട്ട് മുന്നോട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. അതെന്താണ് ഞാൻ ഇവിടെ വായിക്കാം. അവകാശമില്ലാത്ത പണം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പണത്തോടുള്ള ആർത്തി മൂലമോ നിവൃത്തികേട് കൊണ്ടോ ആകാം. അത് മനസ്സിലാക്കി നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ഒരാൾക്ക് സാധിച്ചു. വിട്ടുപോയിട്ടുണ്ട്. ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് ഒന്ന് വരണം. നമ്മള് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്രൂ ആൻഡ് കാസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ട്? ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ മലയാളം സീഡ സുധീർ നായർ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സമയമെടുത്ത് വന്ന് സീരീസ് ഒക്കെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു Z5 ഓൾസോ ഫോർ നോട്ട് ജസ്റ്റ് പ്രൊഡ്യൂസിങ് ദ ഹോൾ തിങ്, making it happen, and also making sure the promotions and the reach is on par with the quality of the product that we gave. Thank you so much. എല്ലാവരും പറഞ്ഞ പോലെ ഇറ്റ്സ് ആക്ച്വലി വളരെ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിലാണ് എല്ലാവരും ചെയ്തത്. പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ഷനിൽ ഒരു 3 പേരുടെ ടീമൊക്കെ ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി എത്ര 6-7 പേരുടെ ടീം. അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കോംപ്രമൈസും ഇല്ലാതെ. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ പ്ലെഷർ ടു കൊളാബറേറ്റ് വിത്ത് സച്ച് ആർട്ടിസ്റ്റ്. ഒരു ജർമ്മൻ ഫിൽം മേക്കർ ഉണ്ട്, വെർണർ ഹെർസോഗ്. I live by one of the quotes that he has, that filmmaking does not come from the heart and the brain, it comes from the thighs and the knees. And anybody who identifies with that, you know, Shan, our director, is also an athlete. So that mindset is what came together to bring this whole project together without any compromises. And I hope with Z5's initiative now paves the way for more and more Malayalam original content. Thank you once again. Thank you so much സുധീർ നായർ. സുധീർ ജി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്നും ഹോളിവുഡിൽ അഭിനയിച്ചിട്ടുള്ള വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And we are so proud of you here with Kamatam as well. Once again, big round of applause to Sudhir Nair, all of you. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ എന്താ പറയാ, എല്ലാവരും വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വെബ് സീരീസ് ലോഞ്ച് ചെയ്യുന്ന സിക്ക് എല്ലാ ഓൾ ദ ബെസ്റ്റും പറയുന്നു. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ, അതുപോലെ ഷാൻ ആൻഡ് ടീം, ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നത് വളരെ വളരെ ചെറിയ ദിവസങ്ങളിലാണ്. അപ്പോൾ ഷാനെ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഷാനെ ഈ നേരത്തെ MC പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ 24 hours ഫുൾ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തരം മെഷീനാണ് ഷാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഷാൻ്റെ ടീമും എല്ലാവരും അതുപോലെ ഇതിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, അതുപോലെ മ്യൂസിക്, എല്ലാവർക്കും സമയം കുറവാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു തരം പ്രത്യേക അവസ്ഥയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയൊരു വർക്കാണ്. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒട്ടേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. വീണ്ടും നല്ല വർക്കുകൾ സീലും വീണ്ടും വരട്ടെ, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ വരട്ടെ. താങ്ക് യു അഗൈൻ. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഈ പറഞ്ഞതുപോലെ എനിക്കും ഈ വെബ് സീരീസ് കാണുമ്പോൾ എനിക്ക് ഷാൻ ബായിയുടെ ആ ഒരു എഫർട്ടും അദ്ദേഹം ഇതിൻ്റെ പിന്നിലെടുത്ത കഷ്ടപ്പാടുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കോമഡി പരിപാടികളാണ് സാധാരണ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയാണ് ആദ്യമായിട്ട് എനിക്ക് മറ്റൊരു ജോണറിലൊരു പരിപാടി തന്നത്. കണ്ടപ്പോൾ കൊള്ളാൻ തോന്നുന്നു. കാരണം കോമഡി എന്നിപ്പോൾ പഴയ പോലെ ഏക്കണില്ല, മാറ്റി പിടിക്കണമായിരിക്കും ഇരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടപ്പോൾ ഒരു സുഖമുണ്ട് അവിടെ കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എനിക്കും സിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഖിൽ ഭായ്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെ അവിടെ വന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ആ ഒരു റോള് കൈകാര്യം ചെയ്തു അഖിൽ ഭായ്. സോ അടുത്തതായിട്ട് നമുക്ക് ഏറെ ഡിജിറ്റൽ സ്പേസിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും
ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു ചാലഞ്ച്, ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിട്ടുള്ള ഒരു റോള് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോപ്പർ ഞാൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു വെബ് സീരീസിൻ്റെ അതും കോമഡി ആയിരുന്നു. ഇതുപോലത്തെ പ്രോപ്പർ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഡിജിറ്റൽ സ്പേസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ദിസ് വാസ് ഡെഫിനറ്റ്ലി സ്പെഷ്യൽ ഫോർ ദാറ്റ്. നോർമലി എന്താണ് ചൂസ് ചെയ്യുന്നത്? അതായത് എന്താ കഥയിലെ സ്ട്രെങ്ത് ആണോ അവരുടെ കഥാപാത്രത്തിന്റെ സ്ട്രെങ്ത് ആണോ നോക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഒരു ആസ് ആൻ ആക്ടർ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇവരുടെ ഒരു ടൂളായി മാറുക എന്നുള്ളത്. ഷാനാണ് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്, ഷാന് വേണ്ടതാണ് ഞാൻ കൊടുക്കുന്നത്, അതാണ് കൊടുക്കേണ്ടതെന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാകുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ പ്രോജക്ട്സിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒരു അഭിനേതാവായി നിൽക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പല സംശയങ്ങളും അതുപോലെ പല സജഷൻസും ഉണ്ടാവും. അത് ഷാൻബായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു? ഞാൻ ഒരു ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്നോട് അത് ഡിസ്കസ് ചെയ്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് സമാധാനം, സ്വസ്ഥത, ഇതൊക്കെയാണല്ലോ വേണ്ടത്. അല്ല, അയാൾക്ക് നന്നായിട്ട് എടുക്കാൻ അറിയാം. അപ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ ശരിയാവണമെന്ന് പോലും ഇല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ടൈം ലിമിറ്റിനുള്ളിൽ ഇത് കാണുന്ന ആൾക്ക് സിയുടെ ഹെഡ് പറഞ്ഞ പോലെ ഇത് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ചോദിച്ചാൽ മോർ ദാൻ 30 ഒക്കെ പറയും. അത് എന്തെങ്കിലും ആട്ടെ, പക്ഷെ നമുക്ക് അതെങ്ങനെ ആ ടൈം ലിമിറ്റ് വർക്ക് ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ഡയറക്ടർക്ക് എന്താണ് ആക്ടറിന്റെ അടുത്ത് നിന്ന് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാന്നുള്ളത് എല്ലായിടത്തും ചെയ്യുന്നത്. ഓക്കെ, ചേട്ടൻ പിന്നെ സംസാരിക്കില്ല.